താലിബന്റെ സുപ്രധാന കേന്ദ്രങ്ങളിൽ ബോംബിട്ടെന്ന് പാകിസ്ഥാൻ. 100-ലധികം താലിബൻകാർ കൊല്ലപ്പെട്ടതാണെന്നാണ് പാകിസ്ഥാന്റെ വാദം. അതിർത്തിയിലേക്കുള്ള പ്രകോപനത്തിലുള്ള തിരിച്ചടിയാണ് പാകിസ്ഥാൻ നൽകുന്നതെന്നാണ് വിശദീകരണം. അതേസമയം പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായി അതിർത്തിയിൽ വൻ സൈനിക നീക്കം ആരംഭിച്ച് അഫ്ഗാനിസ്ഥാനിലെ താലിബൻ സർക്കാർ. താലിബന്റെ സുപ്രധാന കേന്ദ്രങ്ങളിൽ ബോംബിട്ടു എന്നുള്ള അവകാശവാദവുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ. 100-ലധികം താലിബൻകാർ കൊല്ലപ്പെട്ടു എന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ പ്രധാനമായും പറയുന്ന ഒരു വാദം തന്നെ. ഇപ്പോൾ താലിബനും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു തർക്കം ഇപ്പോൾ വലിയ രീതിയിൽ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. 100-ലധികം താലിബൻകാരെ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത്. അതിർത്തിയിലുള്ള പ്രകോപനത്തിനുള്ള തിരിച്ചടിയാണ് പാകിസ്ഥാൻ നൽകുന്നതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിശദീകരണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാകിസ്ഥാൻ താലിബനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പാകിസ്ഥാന്റെ ഈ ഒരു ആക്രമണത്തിൽ താലിബനിലെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നിരവധി പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ നിരപരാധികളായിട്ടുള്ള സ്ത്രീകളും കുട്ടികളും കൊന്നതിൽ താലിബൻ സർക്കാർ വലിയ രീതിയിലൊരു മുന്നറിയിപ്പ് പാകിസ്ഥാൻ നൽകിയിരുന്നു. തങ്ങൾ ശക്തമായ തിരിച്ചടി നൽകും എന്നൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം തന്നെ പാകിസ്ഥാൻ നടത്തിയ ഈ ഒരു വ്യോമാക്രമണത്തിന് തിരിച്ചടിയായി അതിർത്തിയിൽ വലിയ സൈനിക നീക്കം ആരംഭിച്ചിരിക്കുകയായിരുന്നു അഫ്ഗാനിസ്ഥാനിലെ താലിബൻ സർക്കാർ. പാകിസ്ഥാൻ സൈന്യത്തിന്റെ 15 സുരക്ഷാ പോസ്റ്റുകളാണ് സൈന്യം പിടിച്ചെടുത്തതായും പാക് യുദ്ധവിമാനം വീഴ്ത്തിയെന്നുമൊക്കെ ഒരു വാദമുയർത്തിയിരുന്നു. നിരവധി സൈനികരെ വധിച്ചതായും താലിബൻ വക്താവ് സബീഹുള്ള മുജാഹിദ് അവകാശപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ചില പാകിസ്ഥാൻ സൈനികരെ തങ്ങൾക്ക് ജീവനോടെ പിടികൂടിയിട്ടുണ്ട് എന്നും താലിബൻ സർക്കാർ അറിയിച്ചിരുന്നു. എന്തായാലും ഇത്തരത്തിൽ പാകിസ്ഥാൻ നടത്തിയ ഒരു വ്യോമാക്രമണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ താലിബനും തിരിച്ചടിച്ചിരിക്കുന്നത്. ഇപ്പോൾ താലിബന്റെ ഈ ഒരു ആക്രമണത്തിൽ വീണ്ടും താലിബന്റെ സുപ്രധാന കേന്ദ്രങ്ങളിൽ ബോംബിട്ടു എന്നാണ് പാകിസ്ഥാൻ വാദിക്കുന്നത്. 100-ലധികം താലിബൻകാർ കൊല്ലപ്പെട്ടു എന്നാണ് പാകിസ്ഥാന്റെ ഒരു പ്രധാന വാദം തന്നെ. അതിർത്തിയിലുള്ള പ്രകോപനത്തിലുള്ള തിരിച്ചടിയാണ് ഈ ഒരു ആക്രമണം എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ നൽകുന്ന വിശദീകരണം. ഇതിനു മുൻപ് തന്നെ താലിബാൻ പാകിസ്ഥാൻ ഒരു മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സ്ത്രീകളെയും കുട്ടികളെയും അടക്കം ഇത്തരത്തിൽ കൊല്ലുന്ന സാഹചര്യത്തിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നായിരുന്നു ഇത്തരത്തിൽ താലിബാൻ സർക്കാർ മുന്നറിയിപ്പ് നൽകിയത്. എന്തായാലും പാകിസ്ഥാൻ ഇത്തരത്തിൽ അതിർത്തി പ്രദേശങ്ങൾ ബോംബിട്ടു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇന്ത്യയ്ക്കും ഇസ്രയേലിനും ഇടയിലെ സഹകരണം സവിശേഷ തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും നടത്തിയ ചർച്ചയിൽ തീരുമാനിച്ചു. ഇസ്രയേൽ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി തന്റെ 2ാം യാത്രയിൽ ഇന്ത്യൻ ഇസ്രയേൽ ബന്ധം പുതിയ തലത്തിലേക്ക് ഉയർത്തുകയാണ്. പ്രതിരോധ സുരക്ഷാ മേഖലകളിൽ ഒന്നിച്ചു നീങ്ങും. സാങ്കേതികവിദ്യ കൈമാറ്റം, UPI, സാംസ്കാരികം, കൃഷി തുടങ്ങിയ വിവിധ മേഖലകളിൽ 2 രാജ്യങ്ങളും കരാറുകളിൽ ഒപ്പുവെച്ചു. ഇസ്രയേലുമായി സ്വതന്ത്ര വ്യാപാര കരാറിനും ധാരണയുണ്ടാകുമെന്ന് നരേന്ദ്രമോദി അറിയിച്ചു. ഇസ്രയേൽ മുന്നോട്ട് വെച്ച സുരക്ഷാ സഖ്യത്തിൽ ചേരുന്നതിനെക്കുറിച്ച് പ്രഖ്യാപനമുണ്ടായില്ല. കൂടാതെ ഇസ്രയേൽ പാർലമെന്റിന്റെ സ്പീക്കർ മെഡൽ മോദി സ്വീകരിച്ചിരുന്നു. ഇതാദ്യമായാണ് പാർലമെന്റ് ഒരു വിദേശ നേതാവിന് ഈ മെഡൽ നൽകുന്നത്. ഇന്നലെയായിരുന്നു ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച പൂർത്തിയായത്. ഇന്നലെ ഇസ്രയേൽ വെച്ച് തന്നെ നരേന്ദ്രമോദി നന്ദി പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്ന ഒരു ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇന്ത്യക്കും ഇസ്രയേലിനും ഇടയിലുള്ള സഹകരണം സവിശേഷമായ തന്ത്രപ്രധാനമായ പങ്കാളിത്തമായി ഉയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും നടത്തിയ ചർച്ചയിൽ തീരുമാനമായിട്ടുണ്ട്. ഇസ്രയേൽ സന്ദർശിച്ച ആദ്യ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി തന്റെ 2ാം യാത്രയിൽ ഇന്ത്യ ഇസ്രയേൽ ബന്ധം പുതിയ തലത്തിലേക്കൊക്കെ ഉയർത്തുകയാണ്. എന്തായാലും പ്രതിരോധ സുരക്ഷാ മേഖലകളിൽ ഒന്നിച്ചു നീങ്ങാനാണ് ഇനി സാധ്യത. ഇതിലൊക്കെ ഈ ഒരു ചർച്ചയിൽ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. സാങ്കേതിക വിദ്യാ കൈമാറ്റത്തിലും UPI, സാംസ്കാരികം, കൃഷി തുടങ്ങിയ വിവിധ മേഖലകളിൽ 2 രാജ്യങ്ങളിലും
ഈ ഒരു കരാറുകളിലൊക്കെ ഇന്നലത്തെ ചർച്ചയ്ക്ക് ശേഷം ഒപ്പുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇസ്രായേലുമായി സ്വതന്ത്ര വ്യാപാര കരാറിനും ധാരണയുണ്ടാകുമെന്നുമൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേൽ മുന്നോട്ട് വെച്ച സുരക്ഷാ സഖ്യത്തിൽ ചേരുന്നതിനെക്കുറിച്ചൊന്നും ഇതുവരെയും പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കൂടാതെ ഇസ്രായേൽ പാർലമെന്റിലെ സ്പീക്കർ മെഡൽ മോദി സ്വീകരിച്ചിരുന്നു. ഇതാദ്യമായിട്ടാണ് പാർലമെന്റ് ഒരു വിദേശ നേതാവിന് ഈ ഒരു മെഡൽ നൽകുന്നത്.